എൻ്റെ പേര് ആൻസി തോമസ്. ഇതെൻ്റെ മകൾ സോനാമോൾ തോമസ്. ഞങ്ങൾ വരുന്നത് മണിമലയിൽ നിന്നാണ്. എൻ്റെ നിയോഗം, എനിക്ക് ജൂലൈ മാസമൊക്കെ ആയപ്പോഴത്തേന് എൻ്റെ കണ്ണിനൊരു അലർജി ഉണ്ടായി. അതുമൂലം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. നമ്മുടെ കേരളത്തിൽ ഇനിയും പോകാൻ ഒരു ആശുപത്രിയുമില്ല. ലാസ്റ്റ് തിരുവനന്തപുരത്തു നിന്നെ മധുരയ്ക്ക് വിട്ടു. മധുരയിൽ ചെന്നപ്പോഴത്തേന് അവർ പറഞ്ഞു, കണ്ണ് മാറി വെക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും പറ്റത്തില്ല, മരുന്നെല്ലാം അലർജി ആയതുകൊണ്ട് പിടിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു, തുള്ളിമരുന്ന് 2 സൈസ് തരാം, അത് ഒഴിച്ചു നോക്ക്, എന്നാലും പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാകത്തില്ല, ചെറിയൊരു നിഴൽ പോലെ കാണാവുള്ളൂ എന്ന് പറഞ്ഞു, കാണുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയുകയില്ലായിരുന്നു. എനിക്ക് ചോറ് പോലും വാരിത്തരാൻ ഒരാളുടെ സഹായം വേണമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അടുത്തുള്ള ജീന എന്ന് പറയുന്ന ഒരു മകൾ ഇവിടെ വന്ന് ആരാധന കൂടുകയുണ്ടായിരുന്നു. ആ മകൾ എനിക്ക് യൂട്യൂബിൽ ലിങ്ക് അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, മോളോട് പറയണം ഈ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് തന്ന് ഈ ആരാധന കൂടാനെന്ന് പറഞ്ഞു. അന്ന് മുതൽ വൈകുന്നേരം ഇവൾ എനിക്ക് ആരാധനയുടെ ലിങ്ക് എടുത്ത് തരികയും ആ മകൾ എനിക്ക് ഇവിടുത്തെ തൈലം തരികയും ചെയ്തു. ഞാനതിൻ്റെ കണ്ണിൽ പുരട്ടി ഞാനന്ന് മുതൽ ആരാധന കൂടാൻ തുടങ്ങി. എൻ്റെ ഒരു കൂട്ടുകാരി ജോബി എന്ന് പറഞ്ഞൊരു മകൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, അവളും അവിടെ കുടുംബവും. അവൾ എന്നെ ഇവിടെ കൊണ്ടുവന്നു, എന്നെ കൈക്ക് പിടിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. അച്ഛൻ്റെ അടുക്ക വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. പൊക്കോ, ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞു. അന്നു മുതൽ ഇന്ന് വരെയും ഞാൻ ആരാധന കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നു. എൻ്റെ കണ്ണിന് നല്ല കാഴ്ച നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു. രണ്ടാമത് എനിക്ക് പറയാനുള്ള എൻ്റെ സാക്ഷ്യം, ഞങ്ങൾക്ക് വീട് സ്ഥലമെന്ന് പറയുന്ന വലിയൊരു കുന്നിൻ്റെ മണ്ടയിലാണ്. അവിടെ ഒരു വണ്ടി പോലും കയറി വരികയില്ല. എനിക്കൊരു വീട് സ്ഥലവും ഇല്ല എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, വീടിന് സ്ഥലത്തിനു വേണ്ടി നമുക്ക് നിയോഗം എഴുതി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാനിവിടെ നവംബറിൽ വന്ന് പോയി. ഡിസംബർ 31 ആയപ്പോഴത്തേന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മെയിൻ റോഡ് സൈഡിൽ തന്നെ ഞാനൊരു 5 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയാണ് അച്ഛനോട് പ്രാർത്ഥിച്ചതെങ്കിൽ ദൈവം എനിക്ക് 20 സെൻറ്റ് സ്ഥലം നൽകി അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചു. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, എൻ്റെ മകൾ BSc നേഴ്സിങ്ങിന് ഡിസ്റ്റിങ്ഷനോടുകൂടി ഉന്നത മാർക്കോടുകൂടി പാസ്സാകുകയുണ്ടായി. എൻ്റെ അമ്മയുടെ ചെവികൾക്ക് ഭയങ്കര വേദനയായിരുന്നു, ഇയർ ബാലൻസ് പോകുമായിരുന്നു. എന്നും ആരാധന കൂടുന്ന സമയത്ത് തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ദിവ്യാരാധനയിൽ തൊട്ട് സമർപ്പിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ അസുഖമില്ല. പിന്നെ എൻ്റെ മോന് കൈപ്രവൈറ്റീസാണ്. അവൻ എന്നും അച്ഛനെ 6:30 എന്നൊരു സമയമുണ്ടെങ്കിൽ ആരാധന തുടങ്ങുന്ന ആ സമയം അവന് കൃത്യമായിട്ടറിയാം. അപ്പോൾ എൻ്റെ അടുക്കൽ ഓടി വരും, അമ്മയെ ആരാധന തുടങ്ങി, നമുക്ക് അച്ഛനെ കൂടാം, ഹല്ലേലൂയ അച്ഛൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. ആ ആരാധന 6:30 തൊട്ട് എപ്പോൾ അത് തീരുന്നോ അതുവരെ എൻ്റെ അടുക്കിരുന്നു. ദിവ്യകാരാധന എഴുന്നള്ളിച്ച് വെച്ച് ലാസ്റ്റ് പ്രാർത്ഥനയുടെ സമയത്ത് മുട്ടുകുത്തി കമന്ന് കിടന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മകൻ ഒരു സംസാരത്തിലൊരു തടസ്സം ഉണ്ടായിരുന്നു. ഒരു വാക്ക് പറഞ്ഞിട്ട് 1 മണിക്കൂർ കഴിയണം അടുത്ത വാക്ക് വരുമ്പോൾ. അതും മാറ്റി തന്നു. ഇത്രയും അനുഗ്രഹം നൽകിയ ദിവ്യകാരുണ്യ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കാനാട്ടച്ഛനും ടീമംഗങ്ങൾക്കും 1000 നന്ദി പറയുന്നു.